Agreed. സമ്മതിച്ചു. ദാ ചെക്ക്. നോ കണ്ടീഷൻ. സാറ് പറയുന്ന വില. സാറ് പറയുന്ന വ്യവസ്ഥ. അല്ല, എൻ്റെ മക്കള്. അതെ, അതും ചേർത്താ വില. എങ്ങനെ? അതല്ല, മതി. മക്കളോട് ചോദിച്ചിട്ട് മതി. മതി. പക്ഷേ താമസിപ്പിക്കരുത്. വില ഉറപ്പിച്ചോ? അതല്ല, ഈ വീട് വിൽക്കുന്നത് അവരെ അറിയിച്ചിട്ടല്ല. വീടെന്താ അവരുടെ പേരിലാണോ? ആണോ? അല്ല, വീട് സ്ഥലമൊക്കെ എൻ്റെ പേര് തന്നെയാണ്. പക്ഷേ ഇത് അവർക്ക് വേണ്ടി വിൽക്കുവാണെന്ന് അറിഞ്ഞാൽ അവർ വിഷമിക്കും. ചിലപ്പോൾ അവരുടെ പഠിപ്പ് വരെ അവസാനിപ്പിച്ച് അവർ തിരിച്ചു വരും. അവരുടെ കോഴ്സ് കഴിയാൻ ഇനി 6 മാസം വേണം. ബ്രദറിന്റെ കാര്യം മനസ്സിലായോ? അതായത് 6 മാസം കഴിഞ്ഞ് രജിസ്ട്രേഷൻ നടക്കുന്നു അല്ലേ? രജിസ്ട്രേഷൻ കച്ചവടമൊക്കെ ഇപ്പം തന്നെ നടത്താം. പക്ഷെ ഞാനിത് വിറ്റു എന്ന് ആരെ അറിയിക്കാതെ നിങ്ങൾ 6 മാസം കൂടി പൊറുക്കണം. ഓ, പൊറുക്കണം, മനസ്സിലായി. പണം തന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഈ വീട് ഈ സാറുമാരുടെ പേരിലായാലും പിന്നെ ഒരു 6 മാസം കൂടി ചേട്ടൻ ഇവിടെ പൊറുക്കണമെന്ന്, ശരിയല്ലേ? എന്ന് പറഞ്ഞ് ഇവർക്ക് പൊറുക്കാൻ പറ്റുമോ? ഇവർക്ക് പൊറുക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പൊറുക്കാനേ പറ്റില്ല. ചേട്ടാണെങ്കിൽ പൊറുക്കോ? പൊറുക്കൊക്കെ പൊറുക്കോന്ന് പറ. സാറിന്റെ മനസ്സിന്റെ മുറിവ് ഞങ്ങൾക്ക് മനസ്സിലാവും. അത് പൊറുപ്പിക്കാനും മരുന്നുണ്ട്. സാറ് പറ. സാറിന് ഇപ്പോൾ ആവശ്യമായ പണം വേണം. അതിന് വീട് വിൽക്കണം. പക്ഷേ കുട്ടികളത് അറിയാനും പാടില്ല. അതല്ലേ? സാറിന് ഞങ്ങൾ പണം തരുന്നു. ഇനിയിപ്പോൾ എങ്ങനെ അറിയിക്കാതെ രജിസ്ട്രേഷൻ നടത്തിയാലും അത് പുറത്തു പോകും. സാറിന്റെ കുട്ടികൾ അതറിയും. അവർ വിഷമിക്കും. അവർ വിഷമിച്ചാൽ ഞങ്ങളും വിഷമിക്കും. ഞങ്ങൾക്ക് സാറിന് വിശ്വാസമാണ്. അതുകൊണ്ട് രജിസ്ട്രേഷൻ ഇപ്പൊ വേണ്ട. അല്ല, അത് ഒന്നുമില്ല. ആരും അറിയണ്ട ഒന്നും. പിന്നെ അതുവരെ ഞങ്ങൾ സാറിന്റെ കൂടെ ഇവിടെ താമസിക്കും. എന്താ? വാടകയ്ക്ക്. വീടിന്റെ മുകൾ വശം ഒഴിഞ്ഞു കിടക്കയില്ലേ ഇവിടെ? ഏതായാലും സാർ ഇവിടെ ഒറ്റയ്ക്കാം. സാറിന് വയസ്സുകാലത്ത് ഒരു കൂട്ടിന്, പിന്നെ ഒരു 2000 രൂപ വാടകയും കിട്ടും. അങ്ങനെ പറഞ്ഞാൽ മതി. എന്താ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, ഒന്നുമില്ല. പല വേഷങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതും അതിലൊരു വേഷം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ സാറേ? ഇതൊക്കെയല്ലേ സാറേ ഒരു കോളേജ് ലൈഫ്. താങ്ക് യു. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. നോ താങ്ക്സ്. ദൈവമാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഐ ലവ് യു. ഐ ടു. വെറുതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാ. എന്താ ലൗസീന? ബ്രദർ ഇങ്ങനെ വഴക്കിട്ടിരുന്നാലോ? എന്റെ ബ്രദറെ അങ്ങനെ എല്ലാ കാര്യവും എല്ലാവരോടും ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ബ്രദർ ഒന്നും പറയണ്ട. ബ്രദർ ഇത് ഒരു കോയിലേർപ്പാടായി പോയി. എന്തുറപ്പില്ല ബ്രദർ ഉള്ളത് മുഴുവനാക്കി ഇട്ട് കൊടുത്തത്. ബ്രദറെ, അത് അപ്പ ദൈവം തോന്നിപ്പിച്ച ഒരു ബുദ്ധി. സംഗതി ആയിട്ടില്ലേ? പിന്നെ ഏറ്റ് ബ്രദറിന്റെ ബുദ്ധി ഏറ്റ്. ബ്രദറിപ്പോ അങ്ങേർക്ക് ദൈവമാണല്ലോ. നിങ്ങളുടെ ദൈവം കൊണ്ട് എത്തിച്ചാണെന്നാണല്ലോ അങ്ങനെ പറഞ്ഞത്. ബ്രദറെ, നിങ്ങളെ എന്ന് പറഞ്ഞത് നമ്മുടെ രണ്ടുപേരെ ഉദ്ദേശിച്ചല്ലേ? എന്നിട്ട് ബ്രദറിനെ മാത്രമല്ല അങ്ങനെ കെട്ടിപ്പിടിച്ചുള്ളൂ. അതാ ബ്രദർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ കെട്ടിപ്പിടിച്ച ബ്രദറിനെ കെട്ടിപ്പിടിച്ച പോലെ തന്നെയല്ലേ? എന്നിട്ട് ഇന്നലെ രാത്രി വെള്ളം അടിച്ചപ്പോ കണ്ടില്ല. ഒരാൾക്കുള്ളത് ഉള്ളത് അത് ഞാൻ അടിച്ചോട്ടെ ചോദിച്ചോ. ബ്രദർ എന്താ പറഞ്ഞത്? സമം സമം, രണ്ടുപേർക്കും സമം സമം. അയ്യേ, കണ്ടുപിടിക്കുന്ന പോലെയാണോ ഇത്? അത് പറയണ്ട. ഒക്കെ ഭംഗിയായിട്ട് നടക്കും, എനിക്ക് ഉറപ്പാ. പിന്നെ ഇനി ബ്രദറിന് സംശയമാണെങ്കിൽ ഞാൻ പോയത് തിരിച്ചു വാങ്ങിച്ചോണ്ട് വരാം. എന്താ ഞാൻ പോയി വാങ്ങിക്കട്ടെ? വേണ്ട. ബ്രദറിന് ഉറപ്പാണെങ്കിൽ വേണ്ട. പക്ഷെ ഉറപ്പാണോ? ഉറപ്പ്. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊക്കെ വന്നാൽ നമ്മൾ ആ വീട്ടിലേക്ക് താമസം മാറ്റും. ജോൺ സാറിനോട് നമ്മുടെ മനസ്സിലിരിപ്പ് നമ്മൾ തുറന്നു പറയും. അദ്ദേഹം സന്തോഷം കൊണ്ട് ഓടിച്ചാടി ചെന്ന് തന്റെ മക്കളെ ചേർത്ത് പിടിച്ച് പറയുന്നു, തങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളെ സഹായിച്ച വിശാല ഹൃദയരായ നമ്മളെക്കുറിച്ച്, 2 സുന്ദര കുട്ടപ്പന്മാരായ നമ്മളെക്കുറിച്ച്. എന്താ? സുന്ദര കുട്ടപ്പന്മാരായ. ഇഷ്ടായില്ലേ? ഓക്കെ. അവരുടെ മനസ്സ് അനുരാഗം കൊണ്ട് ബ്യൂട്ടിഫുൾ ആവുന്നു. അവർ അദ്ദേഹത്തോട് സമ്മതിക്കുന്നു. അത് കേട്ട് വണ്ടറടിച്ച് ജോൺ സാറ് അങ്ങനെ നമ്മളെ കാണാൻ വരും. വരുമല്ലോ ബ്രദറെ? വരും ബ്രദറെ. ഉറപ്പാണോ? ഉറപ്പ്. കമ്മിങ് സൂൺ.